നമസ്കാരം. മലയാളികളുടെ നിത്യഹരിത നായകൻ, മലയാളിയുടെ കാമുക സങ്കല്പങ്ങളുടെ ആദ്യ രൂപം, അതായിരുന്നു മലയാളിയുടെ സ്വന്തം പ്രേം നസീർ. മലയാള സിനിമയിലേക്ക് കടന്നുവന്ന ചിറയൻകീഴ് അബ്ദുൽ ഖാദർ എന്ന 22കാരനെ പ്രേം നസീർ എന്ന് പുനർനാമകരണം ചെയ്യുമ്പോൾ മലയാളത്തിലെ ആദ്യ സൂപ്പർ താരം എന്നറിയപ്പെടുന്ന തിക്കുറിശി സുകുമാരൻ നായർ അറിഞ്ഞിരുന്നില്ല താൻ തിരുത്തുന്നത് മലയാള സിനിമാ ചരിത്രത്തെയാണെന്ന്. സ്വഭാവ മഹിമയും ആദർശ ധീരതയുമുള്ള വ്യക്തി എന്ന പ്രതിച്ഛായ സിനിമയ്ക്കകത്തും പുറത്തും അദ്ദേഹത്തിന് ഒരുപോലെ നിലനിർത്താൻ കഴിഞ്ഞു. കുറ്റാന്വേഷകനായും എഴുത്തുകാരനായും കർഷകനായും കുടുംബനാഥനായും വടക്കൻ പാട്ടുകളിലെ വീരനായും റൊമാന്റിക് ഹീറോവായും അദ്ദേഹം പ്രേക്ഷക മനസ്സുകൾ കീഴടക്കി. മലയാള സിനിമാ ലോകത്തെ ഒരേ സമയം ലാഭകരമായ വ്യവസായവും ജനകീയമായ കലയുമാക്കി മാറ്റുന്നതിൽ പ്രേം നസീർ എന്ന നടന്റെ പങ്ക് ഏറെ വലുതാണ്. താൻ പ്രവർത്തിക്കുന്ന ചലച്ചിത്ര മേഖല എല്ലാ കാലത്തും നിലനിൽക്കണമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. സ്വന്തം സിംഹാസനത്തിലുള്ള അമിത താല്പര്യത്തെക്കാൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ അനേകായിരം പേരുടെയും അവരുടെ കുടുംബത്തെയും കുറിച്ചുള്ള ഉത്കണ്ഠകൾ തന്നെയായിരുന്നു ഇത്തരമൊരു ആഗ്രഹത്തിന് പിന്നിൽ. പലപ്പോഴും പരീക്ഷണ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. അതിന്റെ കാരണവും ഇതുതന്നെയായിരുന്നു. വിജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ചിത്രത്തിൽ അഭിനയിക്കുകയും അത് പരാജയപ്പെടുകയും ചെയ്താൽ തന്റെ താരമൂല്യമോർത്ത് കാശിറക്കുന്ന നിർമ്മാതാവ് പെരുവഴിയിലാകുമെന്ന് അദ്ദേഹം കരുതി. അതുകൊണ്ട് മാത്രമായിരുന്നു പലപ്പോഴും ആവർത്തന വിരസങ്ങളെന്ന് പ്രേക്ഷകർക്ക് തോന്നിയിരുന്ന അനേകം ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടത്. അതിന്റെ പേരിൽ നിരൂപകരിൽ നിന്ന് നിരവധി തവണ ക്രൂരമായ ആക്ഷേപങ്ങൾക്ക് അദ്ദേഹം വിധേയനായിട്ടുണ്ട്. പ്രേം നസീറിന്റെ മരം ചുറ്റി പ്രേമം എന്ന പ്രയോഗം തന്നെ ആ കാലത്ത് ചലച്ചിത്രാസ്വാദകരുടെ ചുണ്ടിൽ ഉണ്ടായിരുന്നു. അതിൽ ഉറഞ്ഞുകിടക്കുന്ന പരിഹാസം കേട്ടില്ലെന്ന് നടിക്കാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. സിനിമാ രംഗത്തെ നിർമ്മാണത്തിന്റെയും വിതരണത്തിന്റെയും ചുറ്റിക്കളിയെക്കുറിച്ചറിയാതെ ഈ മേഖലയിലേക്ക് കടന്നുവരുന്നവരെ പ്രേം നസീർ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഇതിനൊരു ഉദാഹരണമായി പറയാവുന്നത് ശ്രീകുമാരൻ തമ്പിക്കുണ്ടായ അനുഭവമാണ്. ചലച്ചിത്ര രംഗത്ത് മികച്ച ഗാനങ്ങളും കഥയും തിരക്കഥയും എല്ലാം എഴുതി പേരെടുത്ത ശ്രീകുമാരൻ തമ്പിക്ക് സ്വന്തമായി സിനിമ എടുക്കണമെന്ന മോഹമുദിച്ചു. നായകനായി അഭിനയിക്കാൻ പ്രേം നസീറിനെ ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ നിർമ്മാണം ശ്രീകുമാരൻ തമ്പി തന്നെയാണ് നിർവഹിക്കാൻ പോകുന്നതെന്ന് കേട്ടതും പ്രേം നസീർ അഭിനയിക്കാൻ ആകില്ലെന്ന് പറഞ്ഞു. എന്നിട്ടും ശ്രീകുമാരൻ തമ്പി പിന്മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ അഭിനയിക്കുന്നതിനുള്ള തുക കൂടുതലാക്കി പറഞ്ഞു. എന്നാൽ ആ തുക താൻ തന്നുകൊള്ളാമെന്ന് ശ്രീകുമാരൻ തമ്പി സമ്മതിച്ചു. അങ്ങനെയാണ് ചന്ദ്രകാന്തം ജനിക്കുന്നത്. എന്നാൽ സിനിമ പൂർത്തിയായപ്പോൾ പ്രേം നസീർ തന്റെ സാധാരണയുള്ള പ്രതിഫലം മാത്രമേ വാങ്ങിയുള്ളൂ. പ്രേം നസീർ കരുതിയതുപോലെ തന്നെ ചന്ദ്രകാന്തം പ്രേക്ഷകർ സ്വീകരിച്ചില്ല. ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടു. പിന്നീട് രാഘവനെയും വിൻസെന്റിനെയും മറ്റും നായകന്മാരാക്കി ശ്രീകുമാരൻ തമ്പി എടുത്ത ഭൂഗോളം തിരിയുന്നു എന്ന ചിത്രവും പരാജയപ്പെട്ടു. സാമ്പത്തികമായി ശ്രീകുമാരൻ തമ്പി വിഷമത്തിലായ ഈ സമയത്താണ് പ്രേം നസീർ ചട്ടമ്പി കല്യാണി എന്ന ചിത്രം നിർമ്മിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും സംവിധാന ചുമതല ശശികുമാറിന് നൽകിയതും. ചിത്രം വമ്പൻ വിജയമായി. ശ്രീകുമാരൻ തമ്പി സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കരകയറുകയും ചെയ്തു. ഇത് ശ്രീകുമാരൻ തമ്പി എന്ന ഗാനരചയിതാവിനോട് മാത്രമുള്ള പ്രേം നസീറിന്റെ സമീപനമായിരുന്നില്ല. തന്റെ നിർമ്മാതാക്കളോടെല്ലാം അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് പെരുമാറിയിരുന്നത്. തന്നെ വിശ്വസിച്ച് പടമെടുത്ത് പരാജയപ്പെട്ട നിർമ്മാതാക്കളെ രക്ഷപ്പെടുത്തുന്നതിന് വീണ്ടും പടമെടുക്കാൻ സൗജന്യമായി ഡേറ്റുകൾ നൽകാൻ പോലും അദ്ദേഹം തയ്യാറായി. സെറ്റിൽ ഒരിക്കൽ പോലും പ്രേം നസീർ എത്താത്തതിന്റെ പേരിൽ ഷൂട്ടിംഗ് താമസിച്ചിട്ടില്ല. കൃത്യസമയത്ത് ഷൂട്ടിംഗ് സ്ഥലത്തെത്തുന്നത് അനാവശ്യമായി കരുതുന്ന നടീനടന്മാരുള്ള കാലത്തായിരുന്നു സ്വന്തം കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കാൻ അദ്ദേഹം തയ്യാറായത്. ഒരു രീതിയിലും നിർമ്മാതാവിനെ നിന്ദിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അവരുടെ പണവും പ്രേക്ഷകന്റെ സന്മനസ്സും മാത്രമാണ് തന്റെ നിലനിൽപ്പിന് കാരണമെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് എന്നും ഉണ്ടായിരുന്നു. സഹജീവികളായ പല നടന്മാർക്കും സിനിമയിൽ അഭിനയിക്കുന്നതിന് ചാൻസ് വാങ്ങിക്കൊടുക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിരുന്നു. അതിനെക്കുറിച്ച് പൂജപ്പുര രവി ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: കോടമ്പാക്കത്തെ സ്വാമീസ് ലോഡ്ജിൽ ചാൻസ് ഒന്നുമില്ലാതെ ഇരിക്കുമ്പോഴായിരിക്കും അവിടുത്തെ ഫോണിൽ നസീർ സാറിന്റെ കോൾ വരിക. എന്താ അസ്സേ, കണ്ടിട്ട് കുറച്ചു കാലമായല്ലോ, പടമൊന്നും ഇല്ല അല്ലേ, നമുക്ക് ശരിയാക്കാം കേട്ടോ, ഇങ്ങനെ പറഞ്ഞാകും ഫോൺ വയ്ക്കുക. പിറ്റേന്ന് പുതിയ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നതിനുള്ള അഡ്വാൻസ് തുകയുമായി ഏതെങ്കിലും നിർമ്മാതാവ് തീർച്ചയായും എത്തിയിരിക്കും. ഇതായിരുന്നു പ്രേം നസീർ. മലയാള സിനിമയ്ക്ക് പ്രേം നസീറിന്റെ മരണത്തോടെ നഷ്ടമായതും ആ സംസ്കാരമാണ്.